ഹായ് ഹലോ, ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒരു കുഞ്ഞ് ട്രിപ്പ് പോവുകയാണ് മലമ്പുഴയ്ക്കടുത്ത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ കൂടെ ചേർന്നിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുന്ന് ആരും നമ്മളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്കായിട്ട് പോകാനായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ആയി ട്രിപ്പിന് പോയിട്ട് ഈ ഒരു വെക്കേഷനൊന്നും എങ്ങോട്ടും പോയിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സന്തോഷങ്ങളും പോകുന്ന സ്ഥലവും അവിടെ പോയിട്ടുള്ള എൻജോയ്മെൻറ്റും അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളത്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മോളുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് തന്നെ ഈ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്തത് ഇതും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. നീ 2 പീസിന്റെ കേക്ക് നീ കഴിച്ചു കഴിഞ്ഞു. കേക്ക് ഇത് കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണേ. ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് കുട്ടിപ്പട്ടളം. റിച്ചു എന്താടാ പുള്ളപ്പ? അങ്ങോട്ട് പോകാൻ പറ്റാത്ത കൊണ്ട് ഇത് കൂടെ വരാം. ടെറർ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള സജനല്ലേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ടെറർ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ടല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ വണ്ടിയിലുള്ളൊരു ഓരോ നിമിഷവും ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാഴ്ചകൾ. അങ്ങനെ നമ്മളിതേ മലമ്പുഴ ഡാമാണ് ഈ കാണുന്നത്. അപ്പോൾ മലമ്പുഴൻ്റെ ആ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ എത്തിച്ചേർന്നത് സഫാരി പാർക്കിലാണ്. നമ്മൾ ഇവിടെയാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് 500ഉം പിന്നെ വലിയ ആൾക്കാർക്ക് 100ഉമാണ്. അപ്പോൾ നമ്മൾ കുറേ പേരുള്ളത് കൊണ്ട് ടിക്കറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിനകത്തേക്ക് കയറി. അങ്ങനെ വലിയ ഏരിയ ഒന്നും അല്ല കേട്ടോ. അതായത് ഏകദേശം കുറച്ചൊക്കെ കുട്ടികൾക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എൻ്റെ മോനൊക്കെ അതിനകത്തേക്ക് കയറിയിട്ട് ഫസ്റ്റ് ഇതിനകത്തേക്ക് അവനാണ് ആദ്യം ചാടി കയറിയത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കളിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഫസ്റ്റ് കയറാനുള്ളൊരു ഇൻട്രസ്റ്റിൽ അങ്ങ് കയറിയതാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കുഞ്ഞ് കിടുക്കമണിയുണ്ട്. അവൾ വിട്ടുകൊടുത്തൊന്നുമില്ല. സുഖമായിട്ട് അവൾ അതിനകത്തേക്ക് കയറുന്നു. ഒരു പേടി ഉണ്ടാവില്ല. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പെയ്ത്ത്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ.
ടി വിയിൽ കയറി. അപ്പോൾ അതിനകത്ത് സുഖമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു ബബിളിലൊക്കെ കയറിയിട്ട് വെള്ളത്തിൽ കളിക്കുന്ന ഒരു അടിപൊളി സംഭവം കൂടെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള കുഞ്ഞു ട്രെയിൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ അങ്ങനെ കുതിരയുടെ മേലെ കയറാനുള്ള മോൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനോടൊപ്പം ഞാനും കൂടെ എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റുകയാണ്. ഇച്ചിരി പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഗൺ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു.